24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ CI ആൻഡ്രിക് ഗ്രോമിക് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തൽ. തൃശൂർ റൂറൽ SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിട്ടു. അറസ്റ്റിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ CI ലംഘിച്ചു. റൂബിനെ ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ നിർത്തിയതുൾപ്പെടെ പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഈ SP-യുടെ റിപ്പോർട്ടിലുള്ളത് എന്തൊക്കെയാണ്? SP-യുടെ റിപ്പോർട്ടിന്റെ ആകെത്തുക എന്താണെന്നുള്ളത് ഇതിൽ ലഭ്യമല്ല. പക്ഷേ SP-യുടെ റിപ്പോർട്ട് പരിശോധിച്ച നോർത്ത് സോൺ IG-യുടെ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ 24 പ്രേക്ഷകർ കണ്ടത്. അതിൽ വളരെ കൃത്യമായി തന്നെ ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന അതിരപ്പള്ളി IP കൊല്ലം സ്വദേശിയാണ്. അദ്ദേഹം കൃത്യമായ പോലീസ് സേനയ്ക്കാകെ പ്രതിച്ഛായ തകർത്തു, പ്രതിച്ഛായ കളങ്കപ്പെടുത്തി എന്ന് ഈ IG-യുടെ ഉത്തരവിൽ വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ CRPC 144 കൃത്യമായി ഒരു ചട്ടലംഘനം ഇതിൽ നടന്നിരിക്കുന്നു. അതെന്തെന്നാൽ ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് നോട്ടീസ് നൽകണം. ആ നോട്ടീസ് നൽകൽ എന്ന 41A എന്ന നോട്ടീസ് നൽകൽ ഇതിൽ നടന്നിട്ടില്ല. അത് ചട്ടലംഘനമാണ്. അതായത് പ്രത്യേകിച്ചും ഇതൊരു കള്ളക്കേസാണെന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ മനസ്സിലാവും. പക്ഷേ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് തയ്യാറാകാതെ അർദ്ധരാത്രി വീട്ടിൽ ഈ 24ന്റെ റിപ്പോർട്ടർ റൂബിൻ ലാലും അമ്മയും മാത്രം താമസിക്കുന്ന വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇത് കൃത്യമായ ചട്ടലംഘനമാണെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി IG-യുടെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അത് വിവസ്ത്രനാക്കി നിർത്തിയതിനെ കുറിച്ചാണ്. നേരത്തെ തന്നെ 24 റിപ്പോർട്ട് ചെയ്തതാണ്. റൂബിൻ ലാലിനെ അടിവസ്ത്രത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുൻപിൽ ഈ IP നിർത്തി എന്നുള്ളത്. അത് ഇന്ന് ജയിലിൽ പോയി മാധ്യമപ്രവർത്തകർ കണ്ടപ്പോൾ റൂബിൻ ലാൽ പറഞ്ഞു IP തന്നെയാണ് ഉടുതുണി വലിച്ചു മാറ്റിയത് എന്നുള്ളതും. അത് അവിടുത്തെ CCTV പിന്നീട് പരിശോധിച്ചപ്പോൾ ഈ കാര്യത്തിൽ ആദ്യം മുതൽ തന്നെ ഈ അവിടെയുള്ള പോലീസ്, അതായത് പ്രത്യേകിച്ച് ചാലക്കുടി DYSP R അശോകൻ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഈ അശോകൻ ആലത്തൂർ DYSP ആയിരുന്നു. ഇലക്ഷൻ സമയത്ത് ഇങ്ങോട്ടേക്ക് മാറി വന്നതാണ്. പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ രക്ഷിക്കാൻ വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ആ റിപ്പോർട്ട് മടക്കിയാണ് IG പിന്നീടും SP-യോട് വിശദമായ അന്വേഷണം നടത്താൻ പറയുന്നത്. DIG അജിതാ ബീഗത്തോട് മേൽനോട്ടം നടത്താൻ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വാച്ചാൽ അന്വേഷണത്തിൽ കൃത്യമായ കുറ്റകൃത്യം ചെയ്തതായി അതിൽ കണ്ടെത്തി, ചട്ടലംഘനം നടത്തിയതായി കണ്ടെത്തി ആരോപിച്ചുകൊണ്ടുള്ള കൃത്യമായി വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം 15 ദിവസത്തിനകം തൃശൂർ റൂറൽ അഡീഷണൽ SP ചാർജ് മെമ്മോ നൽകി 60 ദിവസത്തിനകം നടപടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വേണുബാലകൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ പ്രതിച്ഛായക്ക് ആകെ കളങ്കമായാണ് ഇയാളുടെ പ്രവർത്തനം ഉണ്ടായത് എന്ന് കൃത്യമായി തന്നെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. വേണു, ദീപക്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ എന്ത് നടപടിക്കാണ് സാധ്യത? ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. സാധാരണഗതിയിൽ പോലീസ് സേനയിലെ അച്ചടക്കം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി സസ്പെൻഷൻ പെൻഡിങ് എൻക്വയറി നടത്തേണ്ടതാണ്. അത് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്ക് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ ഗൗരവത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്തു. DGP ഏൽപ്പിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് ആഭ്യന്തര വകുപ്പ് ഇതിൽ പോലീസ് എന്ത് ചെയ്യുന്നു, സേന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കുകയാണ്. ആ കാര്യത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉൾപ്പെടെയുള്ളവർ എന്താണ് നടക്കുന്നത് എന്നത് നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒരു കടുത്ത നിലപാടിലേക്ക് പോവുക. ഏതായാലും ഈ ഉത്തരവിൽ തന്നെ ഈ IP ചട്ടലംഘനം നടത്തി എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ എന്നാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഇപ്പോഴും അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതൊന്ന് മർദ്ദനത്തിൻ്റെ കാര്യമാണ്. അതായത് ഈ ആൻഡ്രിക് ഗ്രോമിക്ക് അന്ന് ആ ദിവസം പകൽ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വിവരം. വൈകിട്ട് എത്തുന്നു. ഈ വനം വകുപ്പിലെ ചിലരുടെ സ്വാധീനത്തിന് വഴങ്ങി ഇയാൾ നേരെ ഈ വീട്ടിലേക്ക് എത്തുന്നു. അർദ്ധരാത്രിയിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന വഴി ഈ റൂബിൻ്റെ വീടിനും സ്റ്റേഷനും ഇടയിലുള്ള ഒരു പുഴയുടെ മുകളിലെ പാലത്തിൽ നിർത്തുന്നു. മൊബൈൽ ഫോണ് ഈ റോഡിൽ വലിച്ചെറിഞ്ഞതിന് ശേഷം ഇന്ന് റൂബിൻ ലാലിനെ ജയിലിൽ പോയി കണ്ട മാധ്യമപ്രവർത്തകരോട് റൂബിൻ ലാൽ പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് ഫോൺ വലിച്ചെറിഞ്ഞതിന് ശേഷം ടോർച്ച് അടിച്ച് ഫോൺ എന്തു പറ്റി, പൂർണ്ണമായും തകർന്നു എന്ന് നോക്കുന്നു. അതിനുശേഷം ഫോൺ വീണ്ടും എടുത്ത് ഈ ആൻഡ്രിക് ഗ്രോമിക് പുഴയിലേക്ക് എറിഞ്ഞു എന്നാണ് റൂബിൻ ലാൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട്, ജയിലിൽ പോയി കണ്ടവരോട് പറഞ്ഞത്. നമ്മുടെ തൃശൂർ പ്രതിനിധി സൂരജ് സജിയും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അവരോട് കൃത്യമായി ഈ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുന്നു എന്നാണ് അല്പം മുമ്പ് സംസാരിച്ചപ്പോഴും നോർത്ത് സോൺ IG K സേതുരാമൻ പറഞ്ഞത്. ഏതായാലും പോലീസ് ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിരുന്നാലും കൃത്യമായ 2 ചട്ടലംഘനം, വിവസ്ത്രനാക്കി നിർത്തിയതും അതുപോലെ തന്നെ ഈ 41 നോട്ടീസ് നൽകാത്തതും, ഈ 2 കുറ്റകൃത്യങ്ങൾ കൃത്യമായി IP നടത്തി എന്നുള്ളതും സേനയ്ക്കാകെ പ്രതിച്ഛായ തകർത്തു എന്നുള്ളതും ഈ കൃത്യമായി
ദയവായി തന്നെ ഈ സേതുരാമൻ IPS, അതായത് നോർത്ത് സോൺ IG-യുടെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്, ഇതിന്റെ അടിസ്ഥാനത്തിൽ വാച്യാൽ അന്വേഷണം അടിയന്തരമായി നടക്കേണ്ടതിന്റെ നിർദ്ദേശമാണ് ഈ ഉത്തരവിൽ ഉള്ളത്. വേണു. ശരി, ഇപ്പോൾ CR നീലടൻ പരിസ്ഥിതി പ്രവർത്തകൻ ടെലിഫോൺ ലൈനിലൂടെ പ്രതികരിക്കാൻ. ശ്രീ CR നീലടൻ, ഈ SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടിക്ക് IG നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തെങ്കിലും പ്രതീക്ഷ നൽകുന്ന നീക്കമാണോ ഇത്? തീർച്ചയായിട്ടും. കാരണം ഗുരുതരമായ ചട്ടലംഘനം അവിടെ നടന്നുവെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് പോലീസിൽ നിന്ന് ഇത്ര ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെ ഒരു അറസ്റ്റ് വന്നാൽ പോലീസ് അത്ര പെട്ടെന്ന് പ്രതികരിക്കില്ല. ഇത് വളരെ ഉന്നതങ്ങളിൽ നിന്ന് തന്നെ പോലീസിൽ ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ വരികയും ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിലാണ് ഇവര് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുന്നത്. ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം ഇത്ര ഗൗരവതരമായ ഒരു കുറ്റം നടന്നിട്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നില്ല എങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് എന്താ അർത്ഥം? നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചട്ടവും പാലിക്കാതെയാണ് റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തത്, കസ്റ്റഡിയിൽ വെക്കുന്നത്, മറ്റേ ഇതാണ് അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് സ്ത്രീകൾ മാത്രമുള്ള സ്റ്റേഷനിൽ നിർത്തുന്നത്. എന്ത് കൊലക്കേസിലെയോ അല്ലെങ്കിൽ ഏത് കൊള്ളക്കേസിലോ പ്രതിയാണ് റൂബിൻ ലാൽ. അങ്ങനെ ഒരു ആളെ പോലും ചെയ്യാത്ത മാതിരി ഇത്തരം ചെയ്യുമ്പോൾ എന്തോ മുൻ വൈരാഗ്യം കൊണ്ടാണ് എന്ന് മുകളിലുള്ളവർക്ക് നന്നായി ബോധ്യം വരും. ഇദ്ദേഹത്തിന് അതുകൊണ്ട് നിയമം ലംഘിച്ച് മുൻ വൈരാഗ്യത്തോടെ പ്രതികാര ബുദ്ധിയോടെ ഈ പ്രതിയോട് പെരുമാറി എന്ന സംശയം ഉള്ളത് കൊണ്ട് തന്നെയാണ് സേതുരാമൻ IPS അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇത് വളരെ ആശ നൽകുന്ന ഒരു കാര്യമാണ്. ഇത് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം യഥാർത്ഥത്തിൽ. ശ്രീ CR നീലടൻ, ഈ അടിവസ്ത്രം മാത്രം ഇട്ട് നിർത്തി പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ പോലീസിന് ഇതിലൊക്കെ പറയാൻ കഴിയുന്ന സാങ്കേതികമായ ന്യായീകരണങ്ങൾ ഉണ്ട്. അല്ല, പോലീസിന് എന്തിനും ന്യായീകരിക്കാം. പക്ഷേ ഏത് തരത്തിലുള്ള പ്രതിയാണ് റൂബിൻ ലാൽ? ഏത് കേസിലാണ് റൂബിൻ ലാൽ പ്രതിയായിട്ടുള്ളത്? റൂബിൻ ലാൽ ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം ഏതെങ്കിലും ഇതിന് മുൻകാല ക്രിമിനൽ കേസിലെ പ്രതിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബോംബുണ്ടാക്കിയതോ അങ്ങനെയുള്ള ഒരു കേസിലെ പ്രതിയല്ല. ഒരു മാധ്യമ പ്രവർത്തകൻ എപ്പോഴും അതുപോലെ അദ്ദേഹത്തെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുമ്പോൾ, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളില്ലേ? ഏത് മാനദണ്ഡം അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തത്? വീട്ടിലുള്ള അമ്മയോട് പറയാതെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മളൊരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാളോട് പറയാനുള്ള ഒരു അവകാശം ഒരാൾക്കില്ലേ? ആ അവകാശം പോലും കൊടുത്തില്ല. ഇയാളെ പോലീസാണ് കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കുന്നതിന് വളരെ വൈകിയല്ലേ? വെറുതെ ആയൊരു മാതാവ് എങ്ങനെ അറിയാനാണ്? അതിന് ഏതെങ്കിലും ഒരു വക്കീലിനെ ഏർപ്പാടാക്കണമെങ്കിൽ, മറ്റെന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ, ഇതൊക്കെ നമ്മുടെ സുപ്രീം കോടതി വിധി അനുസരിച്ച് നമ്മുടെ ചട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ലംഘിച്ച് ഈ അർദ്ധരാത്രി ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ അയാൾ അത്രയ്ക്ക് വലിയ ക്രിമിനൽ ആവണം, പിടികിട്ടാ പുള്ളിയാവണം. അങ്ങനെ വല്ലതുമാണോ റൂബിൻ ലാൽ? അല്ലല്ലോ. റൂബിൻ ലാൽ ഇവരുടെയൊക്കെ മുമ്പിൽ എപ്പോഴും ഉള്ള ഒരാളല്ലേ, ഒരു മാധ്യമ പ്രവർത്തകനല്ലേ. ഒരു അവിടെയുള്ള ആളുകൾ, ഇന്നലെ ഞാൻ അവിടുത്തെ ആദിവാസികളെ കണ്ടു. അവരൊക്കെ വലിയ വിഷമത്തിലാണ്. കാരണം അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന, അവരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും പാർശ്വവൽകൃത മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന ഒരാളെ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായും അത് ആ തരത്തിൽ ചോദ്യം വരും. പ്രത്യേകിച്ചും സേതുരാമനെ പോലെ ഒരാൾ, ഞാൻ കണക്കാക്കുന്ന അദ്ദേഹത്തിന് ഇത് മനസ്സിലാവുന്ന ഒരാളാണ് വളരെ പെട്ടെന്ന്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇടപെട്ടത്. CR, ഒരു കാര്യം കൂടി. ഇവിടെ ഇപ്പോൾ ഈ DIG അജിത ബീഗത്തിനെ മേൽനോട്ട ചുമതല നൽകുന്നു IG K സേതുരാമൻ. അതിനുശേഷം ഈ പറയുന്ന DYSP അശോകൻ കൊടുത്ത റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് കടക്കുന്നു. ഇതൊക്കെ പ്രതീക്ഷ നൽകുന്നതാണോ, അതോ ഈ പറയുന്ന ബീറ്റ് ഓഫീസറുടെ മേൽ എങ്ങനെയുള്ള നടപടിയാണ് ഉണ്ടായെന്ന് നമ്മൾ കണ്ടതാണ്. വനംവകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്തുള്ള പ്രത്യേക താല്പര്യം നാം കണ്ടതാണ്. അതിലൊരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ വശംവദരായത് കണ്ടതാണ്. അതുകൊണ്ട് ഈ IG സേതുരാമൻ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഫലപ്രാപ്തിയിലെത്തും, റൂബിൻ ലാലിന് നീതി ലഭിക്കുന്നതിൽ എന്നങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണല്ലോ വേണു നമ്മുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു വഴി. നീതിയുടെ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നു കിട്ടുക, അതിലെ മുമ്പോട്ട് പോവുക എന്നല്ലേ. ആ അർത്ഥത്തിലാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും വനം വകുപ്പിലെ ഉന്നതർക്ക് ഈ തട്ടിപ്പിൽ വലിയ പങ്കുണ്ട്. റൂബിൻ ലാൽ അത് തുറന്നു കാട്ടിയിട്ടുള്ള ആളാണെന്നൊക്കെ അവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇതിനു മുമ്പുള്ള റൂബിൻ ലാലിന്റെ ഇടപെടലുകൾ, പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ എടുത്തിട്ടുള്ള രേഖകൾ, അവിടെ ഇത് റൂബിൻ ലാലിന്റെ ഒപ്പം നിൽക്കുന്ന പൊതുപ്രവർത്തകർ നൽകുന്ന വിവരങ്ങൾ ഒക്കെ വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിൽ ഏതറ്റം വരെ ആരാണിത് ചെയ്യാൻ പോകുന്നത്? CCF പോലെയുള്ള ഒരാൾ ഇതിന് ഇടപെട്ടില്ല, ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്തില്ല. ഒരു DFOയുടെ ഇതിൽ ഒരു CCF ഇങ്ങനെ ഒരു ഉത്തരവിടണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുൻപോട്ട് പോകണമെങ്കിൽ അതിൽ വനം വകുപ്പിന് താല്പര്യമുണ്ടാകും. തീർച്ചയായും ഈ സേതുരാമന്റെ ഈ ഇടപെടൽ
പോലീസിൽ തന്നെ ഉന്നതങ്ങളിൽ ചോദ്യങ്ങൾ ഉയർത്തുമെന്നാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ നീതി എത്രത്തോളം കിട്ടും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശിക്ഷിക്കപ്പെടാതെ പുറത്തു പോകുന്നേക്കാം. അതിനപ്പുറത്ത് ഈ പറഞ്ഞ കുറ്റക്കാരെ എത്രത്തോളം ശിക്ഷിക്കപ്പെടും. ഇപ്പൊ വിജിലൻസ് കേസുണ്ടല്ലോ, ഈ രമ്യ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥക്കെതിരെ വിജിലൻസ് കേസ് നിലനിൽക്കില്ലേ, അവിടെ ബോട്ടുണ്ടാക്കിയതും ഒക്കെയായി ബന്ധപ്പെട്ട്. വിജിലൻസ് കേസിലെ പ്രതിയാണ് ഇയാളെന്ന് ഈ DFO എന്നുള്ളത് ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അതുകൂടി പരിഗണിക്കുമല്ലോ പോലീസ്. വിജിലൻസ് കേസിൽ പ്രതിയായ ഒരാൾ ആണ് ഇതില് ഈ റൂബിൻ ലാലിനെതിരെ ഇത്ര ശക്തമായി പ്രതികരിക്കുന്നത് എന്ന് കാണുമ്പോൾ ആർക്കായാലും അതിലൊരു യുക്തിയുണ്ടല്ലോ, സാമാന്യ യുക്തിയുണ്ടല്ലോ. ഒരു കേസിൽ പ്രതിയായിരിക്കുകയും വലിയ അഴിമതി നടത്തുകയും അഴിമതി റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത ആൾക്കെതിരെ ഒരു താല്പര്യം വരുമ്പോൾ തീർച്ചയായും ഞാൻ പരിഗണിക്കുന്നത് ഇത് ചർച്ചയ്ക്ക് വന്നാൽ വലിയ തോതിൽ വനം വകുപ്പിന് നാണക്കേടുണ്ടാവും, പോലീസിലെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് നാണക്കേടുണ്ടാവും. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, അങ്കമാലിയിൽ നിന്ന് ഒരു ഡിവൈഎസ്പി പിടിച്ച പോലെ ഒരു ഡിവൈഎസ്പി ആകരുത് ചാലക്കുടി ഡിവൈഎസ്പി എന്നാണ്. നമ്മളത് കണ്ടതാണ്. വളരെ നന്ദി ശ്രീ CR നീലാണ്ടൻ ഇപ്പോൾ പ്രതികരിച്ചതിന്. ഇപ്പോൾ ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് തുടരുന്നുണ്ട്. ദീപക്, ഈ CIയുടെ ചട്ടലംഘനങ്ങൾ എന്തൊക്കെയാണ്? ഒരു കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ CRPCയിൽ, അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ കൃത്യമായി പറയുന്നുണ്ട്. റൂബിൻ ലാൽ ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. മാത്രമല്ല ഈ പരാതിയിൽ ഒരു അന്വേഷണവും നടത്താതെ, കള്ളപ്പരാതിയാണെന്ന് മനസ്സിലാക്കാതെ, പ്രത്യേകിച്ച് CCF തലത്തിലുള്ള ഒരു അന്വേഷണം ഈ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ പരാതി കൊടുത്ത ഈ ജാക്സണെതിരെ നടക്കുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട്, ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ റൂബിൻ ലാലിനെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നു. മാത്രവുമല്ല ഈ CRPC 41A നോട്ടീസ്, അങ്ങനെ ഒരു നോട്ടീസ് സർവ് ചെയ്യാതെ, ഹാജരാവാൻ പറയാതെ പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്തത് കൃത്യമായ ചട്ടലംഘനമാണ്. അതായത് അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ 41A നോട്ടീസ് നൽകിയില്ല എന്നത് കൃത്യമായ ചട്ടലംഘനം. മറ്റൊന്ന്, ലോക്കപ്പിലും സ്റ്റേഷനിലും ഉടുതുണിയിടാതെ നിർത്തി എന്നുള്ളത് അവിടുത്തെ CCTV പരിശോധിച്ചു. ആദ്യം DYSP അശോകൻ വളരെ കൃത്യമായി IG-യോട് പച്ചക്കള്ളം പറഞ്ഞു, വസ്ത്രമിട്ടുകൊണ്ടാണ് നിൽക്കുന്നതെന്ന്. പിന്നീട് CCTV പരിശോധിക്കാൻ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ വിവസ്ത്രനാക്കി നിർത്തി എന്നുള്ളത് പോലീസ് തിരിച്ചറിയുന്നു. അത് DIG അജിത ബീഗം തിരിച്ചറിയുന്നു, IG സേതുരാമൻ തിരിച്ചറിയുന്നു. ഈ കാര്യങ്ങൾ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല ഇത്തരം ചട്ടലംഘനങ്ങളിലൂടെ കേരള പോലീസിനാകെ പ്രതിച്ഛായ തകർത്തുന്ന, അതിൽ കൃത്യമായി പറയുന്നത് ടാർണിഷിംഗ് എന്നുള്ളതാണ്. അതായത് കരിവാരിത്തേക്കുന്ന, കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഈ CI, ഈ IP ഹെൻറിക് ഗ്രോമിക്സ് ചെയ്തത് എന്നുള്ളത് കൃത്യമായി ഈ ഉത്തരവിൽ IG വിവരിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 15 ദിവസത്തിനകം ചാർജ് മെമ്മോ നൽകണം. അതിനുശേഷം വാച്യാൽ അന്വേഷണം നടക്കണമെന്നുള്ളതാണ്. പോലീസിലെ ഈ PR ഇനിഷ്യേറ്റ് ചെയ്യുക, പണിഷ്മെന്റ് ഓൺ റോൾ എന്ന് പറയുന്ന നടപടിക്രമത്തിന്റെ തുടക്കമാണ്. മാത്രമല്ല വകുപ്പ് തലത്തിലുള്ള മറ്റു നടപടികൾ പിന്നാലെ ഉണ്ടാകും എന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു പ്രാഥമിക നടപടി മാത്രമാണ്. കാരണം ഇതിൽ മൊബൈൽ ഫോൺ തകർത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ മൊബൈൽ ഫോൺ തകർത്ത കാര്യം ഈ DYSP R അശോകൻ മറച്ചുവെച്ചു. ഫോൺ ഇല്ല എന്ന് എഴുതി ചേർത്തു. എന്നാൽ ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ 24ന്റെ കയ്യിൽ തന്നെയുണ്ട്. ഇന്ന് റൂബിൻ ലാലിനെ നമ്മുടെ പ്രതിനിധി സൂരജ് സജി ജയിലിൽ ചെന്ന് കണ്ടപ്പോൾ കൃത്യമായി ഈ CI മൊബൈൽ ഫോൺ തച്ചു തകർക്കുകയായിരുന്നു, റോഡിലെറിഞ്ഞ്. അതിനുശേഷം ടോർച്ചടിച്ചുകൊണ്ട് ആ ഫോൺ നോക്കുന്നു, എടുത്ത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിന്റെ സമയവും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാൽ, ഈ മാത്രവുമല്ല സൈബർ സെൽ പരിശോധന നടത്തിയാൽ ഇത് കൃത്യമായി വ്യക്തമാകും. തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നൽകിയ പരാതി DGPക്ക് കൈമാറി അദ്ദേഹം എന്ത് നടപടി ഉണ്ടാകുമെന്ന് കാത്തിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേണു, ശരി. ഇപ്പോൾ റൂബിൻ ലാലിന്റെ സുഹൃത്ത് ജെക്സും ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. ജെക്സ്, ഈ IG-യുടെ റിപ്പോർട്ട്, IG-യുടെ പ്രാഥമിക നടപടിക്ക് ഉത്തരവിട്ടുകൊണ്ടുള്ള നടപടിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പ്രതീക്ഷയോടെയാണോ കാണുന്നത്? ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഉത്തരവിൽ പറയുന്ന പ്രകാരം ഇത് പോലീസിന്റെ പ്രതിച്ഛായ കളഞ്ഞു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായ നടപടികൾ ഇനിയും പലർക്കുമെതിരെ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട സാമാന്യ മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ അറസ്റ്റ് മെമ്മോ കൊടുക്കുക എന്നുള്ള സംഭവം തന്നെ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ പേര് തന്നെ ആൻഡ്രിക് ക്രൂരൻ എന്ന് വിടണം. അതായത് ഏറ്റവും ക്രൂരമായ രീതിയിലാണ് ഈ റൂബിൻ ലാൽ തന്റെ ജീവിത കാലഘട്ടത്തിൽ സ്വായത്തമാക്കിയ പല രഹസ്യങ്ങളും അടങ്ങിയ ഈ മൊബൈൽ ഫോൺ
റോട്ടിലിട്ട് തല്ലി തകർത്ത് ഇത് കൃത്യമായിട്ട് തന്നെ നേരത്തെ സൂരജ് സജി ജയിലിൽ പോയി സന്ദർശിച്ചപ്പോൾ റൂബിൻലാൽ പറഞ്ഞ പോലെ തന്നെ ഇത് നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന് ഈ പറയുന്ന അന്വേഷണ ഉത്തരവിലൂടെ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമായിട്ട് കരുതുന്നതിനപ്പുറം തീർച്ചയായും ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്നത്, ഈ ആൻഡ്രിക് ഗ്രോമിക്കിനെ പറ്റി കൃത്യമായിട്ട് അന്വേഷണം പല കാര്യങ്ങളും നടത്താനുണ്ട്. ഇദ്ദേഹം അന്നത്തെ ദിവസം ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഇത്തരം വിഷയങ്ങൾ കൂടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇദ്ദേഹത്തിനെ പറ്റി പല മോശകരമായ കാര്യങ്ങളും ആ പരിസരങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് റൂബിൻലാലിനെതിരെ ഒരു വിഷയം എന്നതിനേക്കാൾ ഉപരി ഇദ്ദേഹം ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പല സംഭവങ്ങളും അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ പല ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള തെളിവുകളും ഈ പറയുന്ന ഫോണിലുണ്ടായിരുന്നു. ആ ഫോണാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ആദ്യം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന DYSP എന്ന് പറയുന്ന മനുഷ്യൻ, അശോകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്? ഈ CIക്ക് മേലുള്ള ഉദ്യോഗസ്ഥനല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി തെളിയുമായിരുന്നില്ലേ? അപ്പോൾ ഇത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ഇപ്പോൾ ഉണ്ടായ ഈ ഉത്തരവിനെ, ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പോലീസിലുണ്ടാകുന്ന അന്വേഷണങ്ങളും പോലീസിലുണ്ടാകുന്ന ശിക്ഷണ നടപടികളും ഒരു കോമഡി പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അത്ര വലിയ പ്രതീക്ഷയില്ല. പക്ഷേ ഇത് കൃത്യമായി പോലീസിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കുവാനും സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ ഇടവാകുന്ന തരത്തിലുള്ള ഒരു ഉത്തരവായിട്ട് മാറണമെങ്കിൽ ഇതിലെ മുഴുവൻ പ്രതികൾക്കുമെതിരെയും മുഴുവൻ ആളുകൾക്ക് അന്ന് ഗൂഢാലോചന നടത്തിയ റൂബിൻലാലിനെ നടത്തിയ ആളുകളെ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ജെക്സ് പ്രതികരിച്ചതിന്. ദീപക് ധർമ്മടം തുടരുന്നുണ്ട്. ദീപക്, ഈ DYSP ഈ CIയെ രക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകിയതിന്റെ താല്പര്യം എന്താണ്? ദീപക് ധർമ്മടം കേൾക്കാമോ? ഈ DYSP ഈ CIയെ രക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട്, ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയതിന്റെ പിന്നിലെ താല്പര്യം എന്താണ്? ഈ സംഭവ ദിവസം കാലത്ത് ഞാൻ ഈ DYSP അശോകനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം അപ്പോൾ താൻ അവധിയിലായിരുന്നു, കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് DYSP പറഞ്ഞത്. ഈ SP മേലുദ്യോഗസ്ഥരോട്, അതായത് റൂറൽ SP നവനീത് ശർമ്മ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞത് ഈ അറസ്റ്റ് നടന്നത് ഞാൻ അറിയുന്നത് കാലത്ത് 6 മണിക്കാണെന്നാണ്. അദ്ദേഹം ഇത് തന്നെയാണ് ADGPയോടും DGPയോടും പോലീസ് തലപ്പത്തെല്ലാം IG മുതൽ മുകളിലോട്ടുള്ള എല്ലാവരോടും പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഒരു കൃത്യമായ പ്ലാനിംഗ് ഈ അറസ്റ്റിന് പുറകിൽ ഉണ്ടായിരുന്നു. ഒരു 120B കൃത്യമായ ഗൂഢാലോചന ഈ അറസ്റ്റിന് മുന്നിലുണ്ടായിരുന്നു. കാരണം പലരുടെയും ടാർഗറ്റാണ് റൂബിൻലാലിന്റെ കയ്യിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകൾ നശിപ്പിക്കാൻ തന്നെയാണ് ഈ ഫോൺ നശിപ്പിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആ ഫോൺ നശിപ്പിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം സ്റ്റേഷനിൽ സ്വാഭാവികമായും GDയിൽ ബുക്കിൽ എഴുതി വെക്കും, പിന്നീട് കോടതിയിൽ ഹാജരാക്കും, അല്ലെങ്കിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. ഇതാണ് നടപടിക്രമം. പക്ഷേ എന്നാൽ ഇതിൽ കൃത്യമായ ഒരു അതിബുദ്ധി ഈ ആൻഡ്രിക് ഗ്രോമിക് കാണിച്ചിരുന്നു. കാരണം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ ഫോൺ നശിപ്പിക്കുന്നു. കാരണം അവിടെയുള്ള CCTVയിൽ ഫോൺ കാണാൻ പാടില്ല. ഇത് തന്നെയാണ് അശോകന്റെ DYSPയുടെ ആദ്യ റിപ്പോർട്ടിൽ ഫോൺ ഇല്ലെന്ന് എഴുതി വയ്ക്കുന്നു. സാധാരണഗതിയിൽ വേണു ഒരു റിപ്പോർട്ടിൽ ഫോൺ ഇല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഫോണിനെ കുറിച്ചൊരു അന്വേഷണം വന്നേക്കാം. അത് ഓട്ടയിടാൻ വേണ്ടി, അടയ്ക്കാൻ വേണ്ടി സാധാരണഗതിയിൽ അതിനെ കവറപ്പ് ചെയ്യുക എന്ന് പോലീസ് ഭാഷ തന്നെ പറഞ്ഞാൽ അതിനെ കവറപ്പ് ചെയ്യുക എന്നുള്ളതാണ് DYSP അശോകൻ ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ്. DYSP അശോകൻ ആലത്തൂർ DYSP ആയി തിരിച്ചു പോകാൻ വേണ്ടി അസോസിയേഷൻ മുഖേന ലിസ്റ്റിലൊക്കെ പേരൊക്കെ കൊടുത്ത് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ ചാലക്കുടി DYSP ആണ്. അദ്ദേഹത്തിന് തിരിച്ച് ആലത്തൂരേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അതിനിടയിൽ അദ്ദേഹം ലീവ് കഴിഞ്ഞ് വരുന്ന ദിവസമാണ് ഈ സംഭവമൊക്കെ ഉണ്ടായതെന്നൊക്കെ പറയുന്നു. ഏതായാലും ഈ റിപ്പോർട്ടിൽ കൃത്യമായി ആൻഡ്രിക് ഗ്രോമിക്കിനെ രക്ഷിക്കാനുള്ള ശ്രമമുണ്ടായി എന്നുള്ളത് പ്രാഥമികമായി തന്നെ വ്യക്തമാണ്. ഈ കാര്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ നമ്മളുമായി പങ്കുവെക്കുന്നുമുണ്ട്. എന്നാൽ അതേ സമയത്ത് ഈ മൊബൈൽ തകർത്തതിനെ കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാൽ അതിൽ ഒരു മൊബൈൽ 10:30 മണിക്ക് ഓഫ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ സൈബർ സെൽ വിവരമായി പറയുന്നത്. പക്ഷേ എന്നാൽ ആ മൊബൈൽ ഫോണല്ല, ഈ 11:15 വരെ പ്രവർത്തിച്ച മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോണാണ് തച്ചു തകർത്തത്. അതിൽ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് വേണു. സ്വാഭാവികമായും അതിൽ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേണു. ശരി, സൂരജ് സജിയും തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, റൂബിൻലാലിനെ കണ്ടിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് റൂബിൻ പറയുന്നത്?
വേണു ഇന്ന് ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിലെത്തിയാണ് റൂബിൻലാലിനെ നേരിട്ട് കണ്ടത്. ആ സമയത്ത് റൂബിൻ ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. കൃത്യമായി ഈ മൊബൈൽ ഫോൺ തകർത്തതിനെ കുറിച്ച് റൂബിൻ പറയുന്നത് ഇങ്ങനെയാണ്. കണ്ണങ്കുഴി എന്ന് പറയുന്നത് റൂബിന്റെ വീടിന്റെ അവിടെ അടുത്തു നിന്ന് ഒരു 300 മീറ്റർ അകലെയായി വരുന്ന ഒരു മേഖലയാണ്. ചെറിയ തോടൊഴുകുന്നു, അതിന് മുകളിൽ ഒരു പാലമുണ്ട്. ആ പാലമാണ് കണ്ണങ്കുഴി പാലം. ആ പാലം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പാലം എത്തുമ്പോൾ തന്നെ CI റൂബിനോട് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ പറയുന്നു. റൂബിൻ ഈ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് മൊബൈൽ ഫോൺ ഈ വല്ലാത്ത അസ്വസ്ഥതയിലാണ് താൻ ഉള്ളത് എന്ന് റൂബിൻ പറയുന്നു. ഈ സമയത്ത് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ ജീപ്പിൽ നിന്ന് CI തിരിഞ്ഞ് ഈ മൊബൈൽ ഫോൺ വാങ്ങിയതിനു ശേഷം ഈ റോഡിലേക്ക് തന്നെ വലിച്ചെറിയുകയായിരുന്നു. ഈ CI മുൻ സീറ്റിലിരുന്ന് വലിച്ചെറിയുന്നു. ആ സമയത്ത് ഒരു വൈറ്റ് ജീപ്പിൽ, വെള്ള കളർ ജീപ്പിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്രോളിംഗ് വാഹനമാണ്. ആ സമയത്താണ് ഈ വാഹനത്തിൽ വെച്ച് ഈ മൊബൈൽ ഫോൺ റോഡിലേക്ക് എറിയുന്നത്. അതിനുശേഷം CIക്ക് ഒരു സംശയം തോന്നുന്നു, ഈ മൊബൈൽ ഫോൺ ഇവിടെ എറിഞ്ഞു പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ആ ജീപ്പിലുണ്ടായിരുന്ന ടോർച്ച് അടിച്ചു നോക്കി ഈ മൊബൈൽ ഫോൺ വീണ്ടും CI എടുത്തു എന്നുള്ളതാണ് റൂബിൻ പറയുന്നത്. അതിനുശേഷം ഈ മൊബൈൽ ഫോൺ രണ്ടായി ഒടിച്ചു. കയ്യിൽ വെച്ച് തന്നെ ഈ മൊബൈൽ ഫോൺ രണ്ടായി ഒടിച്ചതിന് ശേഷം അത് ഈ കണ്ണങ്കുഴി പാലത്തിന് താഴെ തോട്ടിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ മൊബൈൽ ഫോൺ തകർത്ത് തെളിവ് നശിപ്പിച്ചത് എന്നുള്ളതാണ് റൂബിൻ പറയുന്നത്. ആ സമയത്ത് റൂബിൻ ഒരു മുണ്ട് മാത്രമാണ് ഉടുത്തിട്ടുള്ളത്. ഈ വീടിന് മുന്നിൽ CI വന്ന് ഇവർ വിളിച്ചിറക്കി റൂബിനെ കൊണ്ടുപോകുന്ന സമയത്ത് കഴുത്തിൽ പിടിച്ചാണ് ഈ ജീപ്പിലേക്ക് തള്ളിക്കയറ്റുന്നത്. ആ സമയത്ത് റൂബിൻ പറയുന്നുണ്ട് ചെരുപ്പിടണം, ഷർട്ട് ധരിക്കണം എന്ന് പറയുമ്പോൾ CI അതിനൊന്നും വഴങ്ങുന്നില്ല, CI കേൾക്കുന്നില്ല. CI ഒരു വല്ലാത്ത മനോനിലയിലായിരുന്നു എന്നുള്ളതാണ് റൂബിൻ പറയുന്നത്. പിന്നീട് അതിനുശേഷമാണ് ഈ റൂബിനെ ഈ സ്റ്റേഷനിൽ എത്തിക്കുമ്പോൾ പോലും റൂബിൻ ഒരു ഷർട്ട് നൽകിയിട്ടില്ല, ഉടുക്കാൻ മുണ്ട് മാത്രമാണുള്ളത്. അതിനുശേഷം ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഈ വസ്ത്രം നൽകിയില്ല. അതിനുശേഷം വഴിമധ്യേ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് മാത്രമാണ് ഒരു ടീഷർട്ട് റൂബിന് കൊടുക്കുന്നത്. ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് പോകുമ്പോൾ പോലീസിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് അവിടെ വെച്ച് ഒരു ഷർട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഈ വൈദ്യപരിശോധന കഴിഞ്ഞ് ഇറങ്ങി ഈ അതിരപ്പള്ളി മേഖലയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ടീഷർട്ട് ഊരി വാങ്ങിയതിനു ശേഷമാണ് റൂബിനെ വീണ്ടും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. റൂബിൻ പറയുന്നത് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ, സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ അർത്ഥനഗ്നനാക്കി നടത്തിയിരുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് റൂബിൻ പറയുന്നത്. അതോടൊപ്പം തന്നെ റൂബിനെ അടിവസ്ത്രത്തിൽ നിർത്തിയ സംഭവം, അത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിൽക്കുന്ന സമയത്താണ് CI ആൻഡ്രിക് ഗ്രോമിക് തന്റെ ഉടുമുണ്ടഴിച്ചെടുത്തതെന്നുള്ള റൂബിൻ പറയുന്നത്. ആ സമയത്ത് GD ചാർജിൽ ഉണ്ടായിരുന്നത് ഒരു രജനി ജോസഫ് എന്ന് പറയുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്. അവരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന, അവരായിരുന്നു ഈ ടെലിഫോൺ ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്നത്. അവരാണ് ഈ ഫോണിന്റെ റിസീവർ CI നിർദ്ദേശിച്ചതനുസരിച്ച് ഇത് മാറ്റിവെച്ചത്. റൂബിൻ അവിടെ എത്തുന്ന സമയത്ത് ഈ ഉദ്യോഗസ്ഥയുടെ മുന്നിൽ വെച്ചാണ് റൂബിന്റെ മുണ്ടഴിച്ചു മാറ്റുന്നത്. അങ്ങനെ റൂബിനെതിരെ നടന്നത് മനുഷ്യത്വരഹിതമായ നടപടികളായിരുന്നു, തീർത്തും മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ. അതിന്ന് റൂബിൻ നമ്മളോട് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ ആർക്കൊക്കെ, അതായത് ഈ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ പോലും കുരുക്കുന്ന നിർണായക തെളിവുകൾ അടങ്ങിയ മൊബൈൽ ഫോണാണ് ഈ കേസിൽ CI നശിപ്പിച്ചത്. അത് CIയുടെ താല്പര്യമല്ല, മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ്, അത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ചെയ്ത കാര്യമാണ് എന്നത് ഉറപ്പാണ്. നേരത്തെ ശരി, സൂരജിലേക്ക് വരാം. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകയും ജനകീയ സമരസമിതിയുടെ പ്രതിനിധിയുമായ പ്രൊഫസർ കുസുമം ജോസഫും ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. പ്രൊഫസർ കുസുമം ജോസഫ്, ഈ IG K സേതുരാമന്റെ നടപടി പ്രതീക്ഷ നൽകുന്നതാണോ? തീർച്ചയായിട്ടും അതിൽ നമ്മളൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, ഞാനിപ്പോ ഇരിങ്ങാലക്കുട സബ് ജയിലിന് മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ റൂബിൻലാലിനെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വീണ്ടും വീണ്ടും നമ്മളെ ഞെട്ടിക്കുന്നതാണ് SHOയുടെ നടപടി. അദ്ദേഹം ഒരു പോലീസുകാരനാണോ എന്നല്ല, ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ പോലുമല്ല, ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ അമ്മ അവിടെ ഉറങ്ങുകയാണ്. ഈ നാട് സ്ത്രീ സുരക്ഷയുടെ കാര്യം പറയുന്ന നാടാണ്. ഇവരൊക്കെ ജനമൈത്രി പോലീസാണെന്നാണ് പറയുന്നത്. വീട് തുറന്നിട്ട്, പാതിരാത്രിയിൽ വീട് തുറന്നിട്ട് ഒരു സ്ത്രീ മാത്രം ഉറങ്ങുന്ന ഒരിടത്ത് നിന്ന് ഈ മകനെ വിളിച്ചോണ്ട് പോയത് എന്ത് തരം സുരക്ഷയാണ് ഇവർ ഉറപ്പാക്കുന്നത്? ആരെങ്കിലും ആ സീൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു കള്ളനോ ഒരു അസാൻ മാർഗിയോ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് വളരെ അനായാസമായി വീട്ടിൽ കയറി ഈ അമ്മയെ ഉപദ്രവിച്ച് ആഭരണമോ സാധനങ്ങളോ കൊണ്ടുപോകാൻ, അവരെ കൊലപ്പെടുത്താൻ വരെ സാധ്യതയുള്ള ഒരു രംഗമാണത്. അങ്ങേറ്റം നിയമവിരുദ്ധമാണ്, അങ്ങേറ്റം മനുഷ്യത്വ വിരുദ്ധമാണ്, അങ്ങേറ്റം സ്ത്രീ വിരുദ്ധമാണ് ഈ SHOയുടെ നടപടി. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് SHO ഈ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. അറസ്റ്റിന് ചില നിയമങ്ങളുണ്ട്. നമ്മുടെ CRPC 50 പറയുന്നത് അറസ്റ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് അറസ്റ്റ് ചെയ്യാൻ അനുവാദമില്ല.
മാത്രമല്ല അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടത് ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾക്ക് ആരെങ്കിലും അറിയിക്കണമെങ്കിൽ അറിയിക്കാൻ അനുവാദം കൊടുക്കണം എന്നാണ്. ഇത് കിടന്നുറങ്ങുന്ന അമ്മയോട് പറയാതെ ആ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. രാത്രിയിൽ ഉണരുമ്പോൾ വീട് തുറന്നു കിടക്കുന്ന മകൻ വീട്ടിലില്ല. അവരുടെ ജീവൻ ഇപ്പൊ നിലനിൽക്കുന്നത് ഈ റൂബിന്റെ ഭാഗ്യം കൊണ്ട്. എന്ത് ഭയങ്കരമായ ഒരു അവസ്ഥയിലായിരിക്കും. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്തായിരിക്കും മകന് പറ്റിയത് എന്ന് ആ സ്ത്രീ എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക? ഈ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിനെ ഒന്നടങ്കം അധിക്ഷേപിക്കാൻ തക്ക നടപടിയായി പോയി ആ SHOയുടേത്. അയാൾ ഉടനെ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അയാൾക്കെതിരെ നടപടി ഏറ്റവും അടിയന്തരമായി വരേണ്ടതുണ്ട്. ഞങ്ങൾ ഇന്നലെ വലിയ ജനകീയ പ്രക്ഷോഭം ചാലക്കുടിയിൽ നടത്തി. DYSPയുടെ ഓഫീസിന് മുന്നിലേക്ക് ഞങ്ങൾ ഈ മാർച്ച് നടത്തുമ്പോൾ ഞങ്ങൾ DYSPക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഈ SHOയ്ക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. അറസ്റ്റ് നടപടികളിൽ കുഴപ്പമൊന്നുമില്ലാന്ന്. അതെന്തറിഞ്ഞിട്ടാണ് ഈ DYSP അങ്ങനെ തന്റെ ഒരു കീഴ് ജീവനക്കാരനെ സംരക്ഷിക്കാൻ ഇത്ര തെറ്റായ ഒരു റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു DYSPയും പോലീസ് വകുപ്പിന് അപമാനം തന്നെയാണ്. പ്രൊഫസർ കുസുമൻ ജോസഫ്, ഇപ്പോൾ ഈ CIക്കെതിരെ DYSP ഒരു രക്ഷാകവചം തീർത്തു, CIക്ക് അനുകൂലമായെങ്കിലും IG-യുടെ ഇടപെടലോടുകൂടി കാര്യങ്ങൾ മാറുന്നുണ്ട്. എന്നാൽ ഈ ജാക്സന്റെ സ്ഥിതി അതല്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, മേലുദ്യോഗസ്ഥർ ഈ ജാക്സനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാകാം അത്? ഞങ്ങൾ സംശയിക്കുന്നത് ഈ റൂബിൻ ഒരുപാട് പരാതി എന്ന് പറഞ്ഞാൽ വളരെ ജെന്യുവിനായ പരാതികൾ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, വിശേഷിച്ച് വാഴച്ചാൽ DFOയ്ക്കെതിരെ, വാഴച്ചാലിലെയും അതിരപ്പള്ളിയിലെയും ഒക്കെ റേഞ്ച് ഓഫീസർമാർക്കൊക്കെ എതിരെ കൊടുക്കുന്നുണ്ട്. ആ പരാതികൾ വളരെ ഗൗരവമുള്ളതാണ്. ആ പരാതികൾ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ തടയാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഈ സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ച് തടയാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൂട്ടുനിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ബീറ്റ് പോലീസ് ഓഫീസറായ ഈ ജാക്സണൊക്കെ. ജാക്സന്റെ ഒക്കെ സഹായം ഇവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വനം വകുപ്പ് ജാക്സനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അയാൾ വനത്തിനുള്ളിൽ യൂണിഫോം ഇല്ലാതെ നിൽക്കുകയാണ്. അയാൾക്ക് വനത്തിനുള്ളിൽ യൂണിഫോം ഇല്ലാതെ റിസർവ് ഫോറസ്റ്റിൽ കയറാൻ അയാൾക്ക് എന്താ അവകാശം? ശരി, വനത്തിനുള്ളിൽ ഒരു മാധ്യമ പ്രവർത്തകന് കയറാമെങ്കിൽ വനത്തിനുള്ളിൽ ഒരു ബീറ്റ് പോലീസ് ഓഫീസർക്ക് യൂണിഫോം ഇല്ലാതെ കയറി നിൽക്കാൻ എന്താണ് ഇത് എങ്ങനെയാണ് താരതമ്യം ചെയ്യുക? അയാളും അനധികൃതമായി തന്നെയാണ് അവിടെ കയറിയിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകന് റിപ്പോർട്ട് ചെയ്യാൻ കയറാൻ പാടില്ല എന്ന് പറയുന്നവർ യൂണിഫോം ഇല്ലാതെ നിയമവിരുദ്ധമായി ഈ വനത്തിൽ കയറി നിൽക്കുന്നത് എന്തിനാണ്? മാത്രമല്ല അയാളെ സംരക്ഷിക്കുന്ന തരത്തിൽ വനം വകുപ്പിന് തന്നെ ആക്ഷേപമാകുന്ന തരത്തിലാണ് അയാളെ കുറെ കൂടി വീടിന്റെ അടുത്തേക്ക് സൗകര്യപ്രദമായി ട്രാൻസ്ഫർ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അയാൾ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അനധികൃത കാര്യങ്ങൾ ചെയ്യാനുള്ള ശരി. പ്രൊഫസർ കുസുമം ജോസഫാണ് പ്രതികരിച്ചത്. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ CI ആൻഡ്രിക് ഗ്രോമിക്ക് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്നാണ് കണ്ടെത്തൽ. തൃശൂർ റൂറൽ SP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിട്ടിരിക്കുന്നു. ദീപക് ധർമ്മടവും സൂര്യസഞ്ജീവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.